ഷൂള്ള ചെരുപ്പ് ഒന്നും എനിക്ക് വേണ്ട ഇക്കബാലെ. ഇവന്റെ ബാപ്പാക്ക് അതൊന്നും പിടിക്കൂല. അത് മാമാക്ക് എന്നെ ഇഷ്ടമല്ല. അന്നെന്റെ മൂപ്പർക്ക് ഇഷ്ടമല്ലാണ്ട് ഈ നന്നായിട്ട് നയിച്ച് ജീവിക്കുന്ന ഒരു ബാല്യക്കാരനല്ലേ? ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെങ്കിൽ അത് കാട്ടാൻ അറിയാട്ടാ. എന്നാ ഞങ്ങളുടെ നിക്കാഹം കൂടെ നടത്തി തന്നൂടെ? ജിന്നല്ലേ പറയണത് ബരട്ടെന്ന്. അത് പിന്നെ എന്റെ കച്ചവടം ഒന്ന് ഉഷാറാക്കിയിട്ട് അതാ ഞാൻ അമ്മായിയോട് പറയണത്. ആ കുതിരവണ്ടി എനിക്ക് തരാം മാമാനോട് പറയാൻ. ഇത് സ്നേഹിക്കുന്നത് ആരെയാ? എന്റെ മോളെയാണോ അതോ കുതിരവണ്ടീനെയാണോ? 2 കുതിരകളെ വേണം. എന്ത് സ്വകാര്യ പറയണത്? കുതിരവണ്ടി തന്നില്ലെങ്കിൽ മോക്ക് വേറെ ചെക്കനെ കണ്ടോളാൻ ബാപ്പാനോട് പറയാൻ പറഞ്ഞതാ. ഈ അത്ര നീളത്തില് പറഞ്ഞില്ലല്ല. എന്റെ മാമ പണ്ട് എന്നോടും പറഞ്ഞിരിക്കുന്നു സ്വകാര്യം കുറെ ജാതി നീളമുള്ളത്. അന്ന് എന്റെ ബാപ്പ ഉണ്ടായിരുന്ന കാലം കുതിരക്കാരൻ അദ്രമാന്ന് പറഞ്ഞ കുതിര മാത്രല്ല ഈ കരയിലുള്ള ഒരു മുയ്യോലും മൂത്രം മാത്രം. അന്ന് ചന്തമുക്കിൽ അങ്ങാടിയില്ല, മാറങ്കരയെന്ന് ചന്തയും കഴിഞ്ഞ് എന്റെ ബാപ്പാന്റെ കൂടെ മോന്തിക്കൊരു ബരവാ. എന്റെ ബാപ്പ ഇല്ലാണ്ടാര്? കയ്യിലൊരു പൊതിയില് കരിവളയായിട്ട് കോലായിൽ ഇങ്ങനെ പാത്തും പതുങ്ങി നിൽക്കും. ഇതിന് എന്നോട് സ്വകാര്യം പറയാൻ. അങ്ങനെ സ്വകാര്യം പറഞ്ഞ് 2 കുതിരകളെ മാമ അടിച്ചെടുത്തു. കയ്യില് കരിവള പൊതിഞ്ഞെടുത്ത് കോലായില് മോന്തിക്ക് കാത്തു നിന്ന് കൊയിലാണ്ടി നെത്തിയ കരിമീശക്കാരൻ കാതില് പറയണ കാര്യം കേട്ടാ ഇപ്പലും കൽബില് കാറ്റടിക്കും. റബ്ബേ വിരിശത്തിൻ പൊന്നര കാറ്റടിക്കും. പെണ്ണുങ്ങളുടെ സ്ഥലേക്ക് വേഗം എടുത്തോളൂ. ഓടോടുന്ന് എന്താ ഇവിടെ പരിപാടി? ഞാൻ പെണ്ണുങ്ങൾക്കുള്ള ചോറ്. അത് നിന്റെ ഡ്യൂട്ടി അല്ലല്ലോ. പോടേ പോടേ. ഒന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ. ആരെ? ആ മാഷിന്റെ ഭാര്യയെ. കണ്ടാ നിനക്കറിയോ ഏതാന്ന്? അവക്ക് എനിക്ക് മനസ്സിലാവും. സാറ് വെറുതെ കാണിച്ചു തരാന്ന് പറയുന്നല്ലാണ്ട്. ഇവിടെ ചുറ്റിക്കറങ്ങി സാറുമാര് കണ്ട എന്റെ തൊപ്പി നോക്കിയ പോടേ. വാസു നമുക്ക് പിന്നെ കാണാം. 10:64 വന്നേ, സൂപ്രണ്ട് വിളിക്കുന്നു. സാർ 10:64 വന്നിട്ടുണ്ട്. വരാൻ പറയൂ. പത്ത് 64 ഇനി എത്ര കൊല്ലം ബാക്കിയുണ്ട്? ഇവിടുന്ന് പോണ്ടേ? 4 കൊല്ലം കഴിഞ്ഞു വന്നിട്ട് ഇനി കഷ്ടിച്ച് 1 കൊല്ലം കൂടി ബാക്കിയുണ്ട്. അറിയോ? ഞാനിവിടുന്ന് റെക്കമെൻഡ് ചെയ്തിരുന്നു. പിന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശയും. എന്തായാലും ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി 1 കൊല്ലം കൂടി ഇതിനകത്ത് കഴിയണ്ട. ഏറിയ 1 മാസം. എന്താ സത്യാണോ? എന്താ വിശ്വാസം വരുന്നില്ലേ? ഇല്ല സാർ, എനിക്ക്. എന്നാ സത്യമാണ്. ചെല്ല. ഒന്ന് സന്തോഷമുള്ള കാര്യമല്ല. വീട്ടിലേക്ക് എഴുതണമെങ്കിൽ 9 എനിക്ക് കത്ത് വരുന്നുണ്ടോ താമര? ഇല്ല മാഷേ, കത്ത് വിഷ്ണു മാഷിക്ക.
സുധാരമാഷെ ഞാനൊന്ന് വീട് വരെ പോവാ. ശേഖരമാഷ് ഒന്ന് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയണം. ശരി. നോക്കുമോളെ, അമ്മയുടെ കത്ത. അമ്മ വരാൻ പോവാടാ. മോളുടെ അമ്മ വരാൻ പോവാ. നമ്മുടെ എല്ലാ സങ്കടം തീരാൻ പോവാ. കത്ത് വായിച്ചു കഴിഞ്ഞ് കുറെ നേരം മോളെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒടുക്കന്റെ മോള് ചോദിച്ചു, അമ്മ വരാൻ പോകുമ്പോ ചിരിക്കല്ലേ വേണ്ടേ, എന്തിനാച്ചാ കരയണേന്ന്. ഞാൻ എങ്ങനെ ചിരിക്കും മാഷെ? മക്കളെ പൊന്നുപോലെ നോക്കണമെന്ന് കാണുമ്പോ അവള് പറയാം. എന്നിട്ട് എനിക്ക് അവൾ എന്റെ ഉണ്ണി ചോദിക്കുമ്പോ എന്ത് പറഞ്ഞാ ഞാൻ സമാധാനിപ്പിക്കാം? ഒന്നും അറിയാണ്ട് സന്തോഷത്തോടെ ഇറങ്ങി വരുന്ന അവളുടെ മുഖത്ത് എങ്ങനെയാ ചിരിച്ചുകൊണ്ട് എനിക്ക് നോക്കാൻ കഴിയാ? എന്തൊക്കെ അനുഭവിച്ചു തീർത്തിട്ട് അവള് പറഞ്ഞേ. ഒക്കെ നമ്മുടെ വിധിയാണ് വിഷ്ണുവേട്ടാന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാറില്ല അവളോട്. ഇതും വിധിയാണെന്ന് ഞാൻ എങ്ങനെ പറയും ശേഖരമാഷ്? ഇപ്പോ അതൊന്നും ഓർക്കണ്ട. എന്തായാലും തന്റെ പ്രിയമത തിരിച്ചു വരല്ലേ. എത്ര താങ്ങാൻ വയ്യാത്ത ഷോക്കാണെങ്കിലും താനുണ്ടാവുമല്ലോ അടുത്ത്. അപ്പൊ അവർക്ക് ശക്തി കിട്ടുക ചെയ്യാൻ. മാഷ്ക്കറിയോ, എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയത് മുതൽ കരയാനേ അവൾക്ക് യോഗം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ചെയ്യേണ്ടിയിരുന്നത് അവൾ ചെയ്തതിന് അഭാവത്തിന് ഈ ശിക്ഷ. എന്നിട്ടും അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ കയ്യിൽ പണമില്ലായിരുന്നു. ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ടും നല്ലൊരു വക്കീലിനെ പോലും എനിക്ക് കിട്ടിയില്ല. ഗർഭിണിയായിരുന്നിട്ടും സാഹചര്യങ്ങളുടെ ആനുകൂല്യം ഉണ്ടായിരുന്നിട്ടും എന്നിട്ടും കിട്ടിയ 5 വർഷം. എന്റെ മായമോളെ ജയിലിൽ വെച്ച് അവളെ പ്രസവിച്ചത്. സർവശിക്ഷയും ദുഃഖം അനുഭവിക്കാൻ അവളെ വിട്ട് കാഴ്ചക്കാരനായി ഞാൻ പുറത്ത്. മഴയത്ത് പോയി ഈ കുട്ടി? ഉണ്ണി, ഉണ്ണിക്കുട്ടാ, ഇപ്പൊ ഇറയത്തൊന്ന് കളിക്കുന്നുണ്ടായിരുന്നല്ലോ ഈശ്വര രണ്ടാളും. ശ്രീകുട്ടി, എന്താ ഉണ്ണിക്കുട്ടാ, എന്തെടുക്ക ഈ മഴയത്ത്? ഭഗവാനെ, ഇവരെന്താ ഈ കാണിക്കണേ? മഴ നനയാതെങ്കിലും ആശ്രയിക്കുട്ടി. മഴ നനയാൻ, മഴ വരാൻ കാത്തു നിൽക്കാ കുട്ടി മുറ്റത്തേക്ക് ഇറങ്ങാൻ. ഇവിടെ വരുന്നുണ്ടോ? ഏട്ടൻ എപ്പോഴാ വരികയെന്ന് ഒരു നിശ്ചയമില്ല. നീ മഴയത്ത് നിൽക്കണ കണ്ട വഴക്ക് മുഴുവൻ എനിക്കാവും. ഈ നൂല് പോലെ മഴ മുഴുവൻ എവിടെ നിന്നാക്കാ പറഞ്ഞ? ആ, ഏട്ടൻ വരുമ്പോ ചോദിക്കും. എന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ ഏട്ടനെ കൊണ്ടേ ഒക്കൂ. ഏട്ടൻ പറഞ്ഞു. എങ്ങനെ ഓടണേ? പോയി നനഞ്ഞ ഉടുപ്പൊക്കെ മാറ്റും. ആ പഠിത്തരുടെ മുകളിൽ തക്കോലെടുത്ത്. നമ്മുടെ ഗുരുസ്വാമിയുടെ പരിചയക്കാരനാ, പരമേശ്വർ, കൽക്കി പരമേശ്വർ. മദ്രാസിലെ കോളേജിലെ പ്രൊഫസറാ. എന്നിട്ട് എന്റെ സ്കൂളിൽ വന്നു. വരണ വഴിക്ക് ബൈക്ക് കേടായി. നിന്റെ അച്ഛന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ ഗുരുസ്വാമി. എഴുത്തും കൊടുത്ത് പറഞ്ഞയച്ച വേണ്ടാന്ന് പറയാൻ പറ്റും. ഒരു 10 ദിവസം ഉണ്ടാവും ഇവിടെ. പഠിപ്പുരയിലേക്ക് 2 കാപ്പി. ഇനി എനിക്ക് എന്നിട്ട് വടവാസനിച്ചു. ചൂടുണ്ടെങ്കിൽ അതും ഒരു 5-6 ആവാം.
ബൈക്ക് സ്റ്റാർട്ട് ആക്കിയിട്ട് അടങ്ങുന്നുള്ള ഭാഷയില മൂപ്പര്. വഴിയിലും കുറെ ശ്രമിക്കണ്ടേ. പരമേശ്വർ കാപ്പി. മഴ നിന്നിട്ട് പോരെ? It's okay, man. I have a raincoat. No problem. അയാൾക്ക് മലയാളം അറിഞ്ഞൂടെ? കേട്ടാ മനസ്സിലാവും. കർണാടകക്കാരനാ. അയാളോട് ഇത്രയും ദിവസം എന്ത് ചെയ്യാൻ പോവാ? ഏതോ യൂണിവേഴ്സിറ്റിയുടെ ഫണ്ടും വാങ്ങിയിട്ട് പഴയ ചില രാഗങ്ങളെ കുറിച്ച് എന്തോ ഗവേഷണം. അതിനായിട്ട് ഗുരുസ്വാമിയെ പോയി കണ്ടു. അതേ നേരം ഇങ്ങടയച്ചു. മുത്തച്ഛന്റെ ചില ഗ്രന്ഥകഥകളൊക്കെ വായിച്ചിട്ട് ശങ്കരശാസ്ത്രികളുടെ ശൈലി വിസ്താരം കണ്ടെത്തുന്നത്. ഇനിയിപ്പോ ആ ഗ്രന്ഥങ്ങളൊക്കെ അയാൾക്ക് എടുത്തു കൊടുക്കണോ? ഇങ്ങനെ ഓരോ പേരും പറഞ്ഞ് പലരും വന്ന് പലതും കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയതൊക്കെ തിരിച്ചു കിട്ടും. ഒരു നല്ല കാര്യത്തിനല്ലേ? നമ്മുടെ നല്ല മനസ്സുകൊണ്ട് അയാളുടെ കാര്യം വിജയിച്ച ഗുരുസ്വാമിക്ക് അതൊരു പുണ്യം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഗുരുസ്വാമി നേരിട്ട് കത്തിലെഴുതിയതാ. ശ്രീകുട്ടി, ഇതിപ്പോ കൂടെ കൂടെ ഉണ്ടല്ലോ വിഷ്ണുവേ. ആ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാനാണോ അയാൾ ഇവിടെ വന്നീ താമസിക്കണേ? വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് കാര്യമില്ല അത്രേ. അത്രയ്ക്ക് പഴയ ബൈക്കാ. അത് അയക്ക് മാത്രം നന്നാക്കാൻ പറ്റും. വന്നപ്പോ മുതൽ എന്താന്നറിയില്ല, എനിക്ക് അയാളെത്ര പിടിച്ചിട്ടില്ല. കണ്ട ഒരു പ്രത്യേക വേർതാനേ ഉള്ളൂ. ആള് പാവാ. ആ മുറി ആകെ വൃത്തിയേടാക്കി. അവിടെ ഇരുന്ന് പുകവലിക്കരുന്ന് പറയണം. മുത്തശ്ശൻ താമസിച്ചിരുന്ന മുറി അത്. അയക്കെന്താ വല്ല അസുഖമുണ്ടോ? ഇഞ്ചക്ഷൻ സിറിഞ്ചും എന്തൊക്കെയോ മരുന്നൊക്കെ ഉണ്ട്. പ്രമേഹത്തിന് ഇൻസുലിൻ കുത്തിവെക്കാനത്രേ. എന്നിട്ടാണോ പഞ്ചാരയുടെ കാപ്പി കുടിക്കണേ? ശ്രീകുട്ടി, 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 സുഖമാമ, ശ്രീകുട്ടി കണ്ടോ? ഇല്ല. കുറച്ചു മുമ്പ് കൊടയും പിടിച്ച് മുറ്റത്ത് നിൽക്കണ്ടായിരുന്നതാ. എവിടെയെങ്കിലും പോയി നിന്ന് മഴ കൊള്ളുന്നുണ്ടാവും. ശ്രീകുട്ടി, നിന്നോട് ആരെവിടെ വന്നിരിക്കാൻ പറഞ്ഞ? എന്തൊരു ചോര! എന്തിനാ ഇതൊക്കെ കുട്ടിക്ക് കൊടുത്തേ? ഇനി മേലെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കുട്ടിക്ക് കൊടുക്കരുത്. വാ. വരാ. ഒരു പെണ്ണെടുത്ത് അവക്ക് കൊടുത്തു. കൊടയില്ലാതെ കണ്ടപ്പോ ഓവർകോട്ട് ഇട്ട് കൊടുത്തു. അത്രല്ലേ ഉള്ളൂ. സാരമില്ല, നീ വെറുതെ പേടിക്കണതാ. സൂക്ഷിക്കേണ്ട പ്രായ ശ്രീകുട്ടിക്ക്. ഒന്നും അറിഞ്ഞൂടാ പാവത്തിന്. അവക്കെല്ലാം ഒരു കൗതുക. ഗുരുസ്വാമി തെറ്റിദ്ധരിച്ചാലും വേണ്ടില്ല, അയാളോട് നാളെ തന്നെ പോവാൻ പറഞ്ഞേക്ക്. ഏറിയ ഒരു 5-6 ദിവസം. അത് കഴിഞ്ഞ് അയാൾ പോവും. അതിനുമുമ്പ് നമ്മളായിട്ട് എന്തിനാ പറഞ്ഞു വിടണേന്ന് ചോദിച്ചാൽ എന്താ പറയാ? എങ്കിൽ ഞാൻ ശ്രീകുട്ടി അതിനകത്ത് പൂട്ടിയിടാൻ പോവാ. അതൊന്നും വേണ്ട. കണ്ണും കാതും തുറന്നു വെച്ച് ഏതു നേരം നീയില്ലേ അടുത്ത്. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും സ്നേഹം ശ്രീകുട്ടി കിട്ടിയെന്ന് വരില്ല. പിന്നെന്താ? ഇന്നെന്താ എന്റെ അന്തർജനത്തിനൊരു പ്രത്യേക വാസന? ഒരു വിശേഷം ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു പറയാൻ. ഉണ്ണിക്കുട്ടന് ഒരു അനിയത്തി വരണോന്ന് സംശയമുണ്ട്.